ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു എക്സ്ട്രാ ഒരു ബാത്റൂം നമ്മൾ എടുത്ത സമയത്ത് താഴേക്ക് കണക്ട് ചെയ്യാതെ ഓൾറെഡി ഉണ്ടായിരുന്ന ബാത്റൂമിൻ്റെ കൂടെ തന്നെ എങ്ങനെ കണക്ട് ചെയ്തുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വൈ ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി അവിടെ നേരത്തെ 2 ബാത്റൂം ഓൾറെഡി ഉണ്ടായിരുന്നു. ഒരു മുകളിലായിട്ട് 2 ബാത്റൂം ഉണ്ടായിരുന്നു. പൈപ്പ് വന്നിരിക്കുന്നത് നമ്മൾ മൂന്നാമത് എടുത്തിരിക്കുന്ന ബാത്റൂമിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത്. അത് സാധാരണ ഓൾറെഡി ഉണ്ടായിരുന്ന ബാത്റൂമിനേക്കാൾ താഴ്ന്നാണ് കിടക്കുന്നത്. മുകളിൽ ഹൈറ്റിലാണെങ്കിൽ നമുക്ക് നേരെ മുകളിൽ ഒന്ന് കണക്ട് ചെയ്യായിരുന്നു. ഓൾറെഡി എടുത്തിരിക്കുന്ന ബാത്റൂം 2 ബാത്റൂമിന് ഓൾറെഡി ഉണ്ടായിരുന്ന ബാത്റൂമിനേക്കാൾ താഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് താഴെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു വൈ ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് പോയിരിക്കുന്ന 2 ബാത്റൂം കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും അതിൻ്റെ താഴെ നമ്മളൊരു വൈ ഇട്ടതിന് ശേഷം അത് കറക്റ്റ് ചെയ്തിട്ട് 45 ഭിത്തിയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ സ്പേസ് ആഡിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ലെവലിൽ നമുക്ക് ഇനി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ വീണ്ടും ഇതുപോലെ തന്നെ ഭിത്തിയിലേക്ക് വൈ ചെറുതായിട്ട് ചരിച്ച് 45 ചരിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കണക്ട് ചെയ്തു. അത് നേരെ നമ്മൾ നേരെ 4 ഇഞ്ചിലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ ബെൻഡുകളും ഷോർട്ട് ബെൻഡുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൽബോകളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഒരു ഡോർ എൽബോ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് ജസ്റ്റ് തുറന്ന് നോക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് കുളിക്കുന്ന വെള്ളം പോകാനായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത്, അതായത് ഇതുപോലെ തന്നെ ഈ പറയുന്ന 4 ഇഞ്ച് ക്രോസ് ചെയ്ത് വരുന്ന കാരണം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. ഓവർലാപ്പ് 2 വെച്ചതിന് ശേഷം ഷോർട്ട് ബെൻഡാണ് വെച്ചിരിക്കുന്നത്. ഷോർട്ട് ബെൻഡ് വെച്ചിരിക്കുന്ന കാരണം നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന പൈപ്പിലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ പൈപ്പിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ആ പീസ് നമ്മളെടുത്ത് മാറ്റി കളഞ്ഞതിന് ശേഷം 245 കൂടി അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ബാത്റൂം ആയതുകൊണ്ട് 2 ബാത്റൂം മുകളിൽ ഹൈറ്റിലാണ് കിടക്കുന്നതുകൊണ്ടും ഇപ്പോഴുള്ള ബാത്റൂം നമ്മൾ എടുത്തിരിക്കുന്നത് താഴ്ന്നു വന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ആ സമയം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബാത്റൂം മുകളിലായിട്ട് ഹൈറ്റിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് നേരെ മുകളിലൂടെ കണക്ട് ചെയ്ത് എല്ലാം കൂടി ഒറ്റ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ താഴ്ന്നു വന്നിരിക്കുന്നതുകൊണ്ട് വേറെ സെപ്പറേറ്റ് പൈപ്പുകളൊന്നും കൊടുക്കേണ്ടെന്ന് പാർട്ടി പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് ചെയ്യേണ്ട ഒരു അത്യാവശ്യം വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇനി ഇതിൻ്റെ വാട്ടർ ലൈൻ കണക്ഷൻ ഇതുപോലെ തന്നെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് വാട്ടർ ലൈൻ്റെ കണക്ഷൻസ് നമ്മൾ 1 ഇഞ്ച് പൈപ്പ് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പ് നേരെ, കാരണം റെയിൻ ഷവർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 1 ഇഞ്ച് പൈപ്പ് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ 1 ഇഞ്ച് പൈപ്പിൽ നിന്ന് 3/4 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ബാത്റൂമിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ CPVC പൈപ്പാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈ പ്രഷർ തന്നെ നമുക്ക് റെയിൻ ഷവറിൽ കിട്ടും. അപ്പോൾ നല്ല ടാങ്ക് നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പ്രഷർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് പൈപ്പ്, 2 ഇഞ്ച് പൈപ്പ്, ഹൈ പ്രഷർ വരുന്ന രീതിയിലുള്ള പൈപ്പ് ലൈനും 1 ഇഞ്ച് പൈപ്പ് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.